ചരിത്രം എന്നത് വെറുതെ എഴുതപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് സ്വന്തം വിയർപ്പും ദീർഘവീക്ഷണവും കൊണ്ട് തിരുത്തി കുറിക്കേണ്ട ഒന്നാണെന്ന് തെളിയിച്ച ഒരു ഭരണാധികാരി. നരേന്ദ്രമോദി എന്ന പേര് ഇന്ന് കേവലം ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന നവഭാരതത്തിന്റെ പ്രഖ്യാപനമാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിയെയും അദ്ദേഹത്തിന്റെ ജനപ്രീതിയെയും ഒക്കെ നോക്കി അസൂയയോടെ നെറ്റിച്ചുളിക്കുന്ന, ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുന്ന വിമർശകർ ഇത് കാണുക. ഇതാണ് മോദി. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇരുന്ന് സംസാരിക്കുന്ന വാക്കുകളല്ല, മറിച്ച് ലോകരാജ്യങ്ങളുടെ പാർലമെന്റുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ആഗോള പ്രയാണത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സാധാരണക്കാരനിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നായകനിലേക്കും അവിടെ നിന്ന് ലോകം ഉറ്റുനോക്കുന്ന ആഗോള നേതാവിലേക്കും അദ്ദേഹം വളർന്നത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല, മറിച്ച് ജനകോടികളുടെ വിശ്വാസവും സ്വന്തം കഠിനാധ്വാനവും ഒന്ന് മാത്രമാണ് അദ്ദേഹത്തെ ഈ സിംഹാസനത്തിൽ ഇരുത്തിയത്. ചരിത്രത്തിന്റെ താളുകളിൽ മറ്റാർക്കും തകർക്കാനാകാത്ത വിധം എഴുതി ചേർത്ത ആ റെക്കോർഡുകളുടെ വിസ്മയിപ്പിക്കുന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് നരേന്ദ്രമോദി നടന്നു കയറുകയാണ്. 1952 ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നതിനു ശേഷം പൂർണ്ണമായും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി പദവിയിലിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി ഇപ്പോൾ ഭേദിക്കാൻ ഒരുങ്ങുന്നത്. 2026 ജൂൺ 10 ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഈ പുതിയ നാഴികക്കല്ല് പിറക്കുകയാണ്. വെറുതെ അധികാരത്തിൽ തുടരുകയല്ല, മറിച്ച് ഓരോ തവണയും ജനവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ സകല തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ ജനനായകൻ മുന്നേറുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ പലരും ഭരിച്ച് കടന്നുപോയിട്ടുണ്ടാകാം, എന്നാൽ ജനങ്ങളോട് ഇത്രമേൽ നേരിട്ട് സംവദിച്ച, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ തൊട്ടറിഞ്ഞ മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് വിമർശകർ കാണേണ്ട ഒന്നാമത്തെ സത്യം. ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അധികാരത്തിലേറ്റുന്നത് ഈ രാജ്യത്ത് മാറ്റങ്ങൾ ദൃശ്യമായതുകൊണ്ടാണ്. ആ മാറ്റങ്ങളുടെ അലയൊലികൾ ഇന്ത്യയുടെ അതിരുകൾക്കപ്പുറം ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവുകളാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഭരണകാലയളവിൽ 3 വിദേശ പാർലമെന്റുകളെ മാത്രം അഭിസംബോധന ചെയ്ത ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് ഇതിനോടകം തന്നെ നരേന്ദ്രമോദി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഏതൊരു ഇന്ത്യൻ ഭരണത്തലവനേക്കാളും ഉയർന്ന നിരക്കാണിത്. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ മാത്രം ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ 19 വിദേശ പാർലമെന്റുകളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്. 1949 നെഹ്റു US ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യ US ബന്ധം അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ മാത്രമായിരുന്നു. അന്ന് ഹൗസ് ചേംബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതിനാൽ ഒരു ചെറിയ റൂമിൽ വെച്ചാണ് നെഹ്റുവിന് സംസാരിക്കേണ്ടി വന്നത്. അമേരിക്കയുടെ മനസ്സും ഹൃദയവും കണ്ടെത്താനുള്ള യാത്രയിലാണ് താൻ വന്നിരിക്കുന്നതെന്ന് അന്ന് നെഹ്റുവിന് പറയേണ്ടി വന്നെങ്കിൽ 2016 പിന്നീട് 2023 മോദി അമേരിക്കയിലെത്തിയപ്പോൾ ചിത്രം തികച്ചും വ്യത്യസ്തമായിരുന്നു. പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കാലം മുതൽ ആരംഭിച്ച ആ തന്ത്രപ്രധാന ബന്ധം ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ സഖ്യമായി മാറിക്കഴിഞ്ഞു. ഉഭയകക്ഷി വ്യാപാരം കോടിക്കണക്കിന് ഡോളറായി ഉയർന്നു. US നിന്നുള്ള ഇന്ത്യയുടെ പ്രതിരോധ വാങ്ങലുകൾ സർവകാല റെക്കോർഡിലെത്തി. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ 2 തവണ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി ചരിത്രം കുറിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനു ശേഷം ഈ വലിയ ബഹുമതി ഒന്നിലധികം തവണ ലഭിക്കുന്ന ലോകത്തിലെ 2ാമത്തെ നേതാവാണ് നരേന്ദ്രമോദി. അയൽ രാജ്യങ്ങൾ, പ്രമുഖ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ, ആഫ്രിക്ക, കരീബിയൻ, ഇന്തോ പസഫിക്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ നിയമസഭകളിലേക്ക് ഇന്ത്യയുടെ ശക്തമായ സന്ദേശം എത്തിക്കാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അധികാരമേറ്റ ഉടൻ തന്നെ തന്റെ ആഗോള കാഴ്ചപ്പാട് വ്യക്തമാക്കിക്കൊണ്ട് 2014 ഭൂട്ടാൻ, നേപ്പാൾ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ പാർലമെന്റുകളെ മോദി അഭിസംബോധന ചെയ്തു. തൊട്ടടുത്ത വർഷം മൗറീഷ്യസ് നാഷണൽ അസംബ്ലി, ശ്രീലങ്ക, മംഗോളിയ, UK, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പാർലമെന്റുകളിൽ ഭാരതത്തിന്റെ ശബ്ദം മുഴങ്ങി. തുടർന്ന് ഉഗാണ്ട, മാലിദ്വീപ്, ഗയാന, നമീബിയ, എത്യോപ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള രാജ്യങ്ങൾ മോദി എന്ന നേതാവിനെ ആദരവോടെ സ്വാഗതം ചെയ്തു. ഒടുവിൽ 2026 ഇസ്രായേലിന്റെ പാർലമെന്റായ നെസറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ചരിത്ര പ്രാധാന്യമുള്ളതായിരുന്നു. അവിടെ ഇസ്രായേൽ പാർലമെന്റിൽ ഏറ്റവും ഉയർന്ന ബഹുമതി നൽകിയ
രീതിയിലാണ് മോദിയെ അവർ ആദരിച്ചത്. ഇതൊക്കെ കാണുമ്പോഴും കണ്ണടച്ചിരുട്ടാക്കുന്ന വിമർശകർ മനസ്സിലാക്കേണ്ട ഒന്ന് മാത്രമുണ്ട്. ഇതൊന്നും ഒരു വ്യക്തിക്ക് കിട്ടുന്ന അംഗീകാരമല്ല, മറിച്ച് 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ലോകം നൽകുന്ന ആദരവാണ്. അതിന് വഴിയൊരുക്കിയത് നരേന്ദ്രമോദി എന്ന ശക്തനായ ഭരണാധികാരിയുടെ നട്ടലുള്ള നയതന്ത്രം തന്നെയാണ്. ഇന്ത്യയെ വെറും ഒരു വികസ്വര രാജ്യം എന്ന നിലയിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളുടെ നിരയിലേക്ക് മോദി ഉയർത്തിക്കഴിഞ്ഞു. വിമർശകർക്ക് ഇനിയും കുറ്റങ്ങൾ പറയാം, ആരോപണങ്ങൾ ഉന്നയിക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ജനങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട നരേന്ദ്രമോദി എന്ന പേര് മായ്ച്ചു കളയാൻ നിങ്ങളുടെ ഒരു നുണപ്രചാരണങ്ങൾക്കും കഴിയില്ല. അദ്ദേഹം കേവലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഭാരതത്തെ നയിക്കുന്ന യഥാർത്ഥ അന്താരാഷ്ട്ര നേതാവാണ്. ഇതാണ് നവഭാരതത്തിന്റെ ശില്പി, ഇതാണ് നരേന്ദ്രമോദി. കേവലം ഭരണ ദിവസങ്ങളുടെ എണ്ണം കൂട്ടിവെച്ചതുകൊണ്ട് മാത്രം ആരും ചരിത്ര പുരുഷനാകുന്നില്ല. നരേന്ദ്രമോദിയുടെ ഈ റെക്കോർഡ് നേട്ടങ്ങൾ വെറും അക്കങ്ങൾ മാത്രമായി കാണാൻ ശ്രമിക്കുന്ന വിമർശകർ ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം നടന്നു തീർത്ത രാഷ്ട്രീയ വഴികൾ ആരുടെയും പരവതാനി വിരിച്ച പാതകളായിരുന്നു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ രാജ്യത്ത് ശക്തമായ ഒരു പ്രതിപക്ഷം പോലുമില്ലാത്ത കോൺഗ്രസിന് പൂർണ്ണ ആധിപത്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പിന്തുണയോടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യവുമായി അധികാരത്തിലേറിയ നെഹ്റുവിന് നേരിടേണ്ടി വന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കടുത്ത രാഷ്ട്രീയ മത്സരമാണ് നരേന്ദ്രമോദി നേരിട്ടത്. 50-ലധികം പാർട്ടികൾ മാത്രം മത്സരിച്ച ഒരു കാലത്ത് നിന്നും മാറി 700-ലധികം രാഷ്ട്രീയ പാർട്ടികളും അതിശക്തരായ പ്രാദേശിക നേതാക്കളും പണക്കൊഴുപ്പ് നിറഞ്ഞ ഇന്നത്തെ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് മോദി ജനവിശ്വാസം നേടിയത്. യാതൊരുവിധ രാഷ്ട്രീയ ഗോഡ്ഫാദർമാരുമില്ലാതെ അടിയന്തര സാഹചര്യങ്ങളെയും മാധ്യമങ്ങളുടെ 24 മണിക്കൂറുള്ള വിരൽ ചൂണ്ടലുകളെയും സോഷ്യൽ മീഡിയയിലെ കടുത്ത സൈബർ ആക്രമണങ്ങളെയും ഒരേപോലെ നേരിട്ടാണ് അദ്ദേഹം ഈ നിലയിലേക്ക് ഉയർന്നത്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി 13 വർഷം തുടർന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി 12ാം വർഷത്തിലേക്ക്, ജനപ്രതിനിധിയായി 9000-ലധികം ദിവസങ്ങൾ പൂർത്തിയാക്കി പരീക്ഷണങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന ഈ കരുത്തിനെയാണ് വിമർശകർ നേരിടേണ്ടത്. നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യ വെറും ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ ഒതുങ്ങി നിന്നപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി. കോടിക്കണക്കിന് ആളുകളെയാണ് അദ്ദേഹം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയത്. വെറും വാക്കുകളിലല്ല, കണക്കുകളിലാണ് മോദിയുടെ ഭരണം സംസാരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ ഐടികളുടെയും AIMകളുടെയും എയിംസ് ആശുപത്രികളുടെയും എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. ഇന്ന് ഇന്ത്യയിലെ സാധാരണക്കാരൻ ഡിജിറ്റൽ പേയ്മെന്റുകൾ ഉപയോഗിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തുമ്പോൾ അതിനു പിന്നിൽ മോദി സർക്കാർ നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇന്ത്യ എന്ന വിപ്ലവമുണ്ട്. വികസനം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ നഷ്ടപ്പെട്ടു പോയ സാംസ്കാരിക പൈതൃകത്തെയും ആത്മാഭിമാനത്തെയും അദ്ദേഹം തിരികെ പിടിച്ചു. ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ വിജയം അളക്കേണ്ടത് അദ്ദേഹം ഒപ്പിട്ട ഫയലുകളുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് ആ ഭരണം അവസാനിക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ അളവ് നോക്കിയാണ്. നരേന്ദ്രമോദി എന്ന നേതാവ് ഭാരതത്തിന് സമ്മാനിച്ചതും ആ ഒരൊറ്റ കാര്യമാണ്. നമുക്കും ലോകത്തിന്റെ നെറുകയിൽ എത്താമെന്ന ദൃഢവിശ്വാസം. അടച്ചിട്ട മുറികളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ അദ്ദേഹത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്ന വിമർശകർക്ക് ഒരിക്കലും മനസ്സിലാകാൻ കഴിയാത്ത ഒന്നുണ്ട്. മോദി എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ച വെറും ഒരു മുഖമല്ല, മറിച്ച് ദശകങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ കോടിക്കണക്കിന് സാധാരണക്കാരുടെ പ്രതീക്ഷകളുടെ പ്രതിഫലനമാണ്. ചരിത്രം എപ്പോഴും നിഷ്പക്ഷമാണ്. അത് അധികാരത്തിന്റെ കസേരകളിൽ ഇരുന്നവരുടെ പേരുകൾ എഴുതി വെക്കും, പക്ഷേ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവരെ മാത്രമേ അത് അമരന്മാരാക്കൂ. ഇന്ന് ഭാരതം ആഗോളതലത്തിൽ കൈവരിച്ച ഓരോ നേട്ടവും, അതിർത്തികളിൽ ശത്രുക്കൾക്ക് നൽകുന്ന ഓരോ ശക്തമായ മറുപടിയും, ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ വാക്കിന് ലഭിക്കുന്ന വിലയും ഒരു പുത്തൻ യുഗത്തിന്റെ തുടക്കമാണ്. ഇനി വരാനിരിക്കുന്ന തലമുറകൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുക ആത്മനിർഭർ ഭാരതത്തിന്റെ അഥവാ സ്വയം പര്യാപ്തമായ ഒരു നവഭാരതത്തിന്റെ ഉദയകാലം എന്ന നിലയിലായിരിക്കും. വിമർശനങ്ങൾ ഉണ്ടാകാം, കാരണം ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം വികസനത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ സമാനതകളില്ലാത്ത ജനപ്രീതിയുടെ ക്യാമ്പുള്ള ഉത്തരങ്ങൾ നൽകി നരേന്ദ്രമോദി മുന്നോട്ട് തന്നെയാണ്. റെക്കോർഡുകൾ ഇനിയും തകർന്നേക്കാം, പുതിയ ചരിത്രങ്ങൾ ഇനിയും എഴുതപ്പെട്ടേക്കാം. പക്ഷേ ഈ രാജ്യത്തെ പുരോഗതിയുടെ പുതിയൊരു പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ നായകൻ എന്ന പദവിയിൽ നിന്ന് നരേന്ദ്രമോദി എന്ന പേര് മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.